ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അമ്മയല്ല റോസാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയുള്ള ബട്ടർകോൺ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷോപ്പിംഗ് മാൾ പോയിട്ട് കഴിക്കുന്ന ബട്ടർകോൺ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഒന്ന് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് നമുക്ക് സ്വീറ്റ് കോൺ അതുപോലെ മണിയായിട്ട് ഉതിർത്തിയെടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കോൺ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എന്ത് വേണം? ഇത് നമുക്ക് വേവിക്കാൻ വെക്കണം. അപ്പൊ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ചൂടാവുമ്പോ കൈ പൊള്ളിയാലോ എന്ന് പേടിയുള്ളതുകൊണ്ട് ഇത് വേവിച്ചെടുക്കാൻ എൻ്റെ അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ അമ്മ ചെയ്യണ പോലെ കുക്ക് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ കോൺ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ എക്സസ് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുക്കാം. വെള്ളം ഡ്രെയിൻ ചെയ്യാനും അമ്മയാണ് എന്നെ സഹായിച്ചത്. ഈ കോണിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. കോൺ നല്ല ചൂടുള്ളതുകൊണ്ട് ബട്ടർ പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു കോൺ എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ നേരത്തെ ചേർത്ത ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം. ഇനി ചാറ്റ് മസാല ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചാറ്റ് മസാല വേണമെച്ചാൽ ഇടാം. എനിക്ക് ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർക്കണില്ല. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിലൊരു കാര്യം മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതിൽ കുറച്ച് ലൈം ജ്യൂസും കൂടി ചേർക്കണമായിരുന്നു. ഇത് കഴിക്കാനുള്ള കൊതിയും തിരക്കും കാരണം ഞാനത് മറന്നുപോയി. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ബട്ടർകോൺ. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസും കൂടി ചേർക്കാം. ഒരു 1/2 ലൈമിൻ്റെ നീര് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ. പുളി അധികമായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ബട്ടർകോൺ ഇവിടെ റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. റോസുടെ ഇഷ്ടപ്പെട്ട സ്നാക്കിലുള്ള ഒരെണ്ണമാണ് ഇത്. എൻ്റെ അമ്മ ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. സ്കൂളിൽ സ്നാക്ക് ടൈമിനൊക്കെ ഞാൻ ചിലപ്പോൾ കൊണ്ടുപോകാറുണ്ട്. എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി എന്താ ഇതിന്ന് അങ്ങോട്ട് കഴിക്കുന്നേ. ഇനിയിപ്പോൾ ഈ പാത്രം നിലത്തൂണ് പൊട്ടാതെ ഒന്ന് നോക്കണം. അതാണ് ഒരു ടാസ്ക്. അപ്പം ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ബട്ടർകോൺ എങ്ങനെയുണ്ട് എന്ന് ഒന്ന് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യണേ. ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ ഇനി കാണുന്നവരെ ബൈ.